ഹായ്, എൻ്റെ പേര് സരിത. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്, മെഹന്തി ഡിസൈൻ. അപ്പോൾ അത് നമുക്ക് ചെയ്തു തരാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് സജ്ജനയാണ്. ആക്ച്വലി ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. സാധാരണ ഒരു ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അത് ആളിങ്ങനെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഡിസൈന് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബിഗിനേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഓരോ ഡിസൈനും മാക്സിമം യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനായിട്ട് ചെയ്യാനായിട്ട് ആൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഹായ്, അപ്പോൾ ഇതാണ് സജ്ന. അപ്പോൾ നമ്മൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനേക്കാൾ മുമ്പായിട്ട് ഇതാണ് സജ്ന ഉപയോഗിക്കുന്ന മെഹന്തി. ഇത് ഓർഗാനിക് മെഹന്തിയാണ് ആൾ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മെഹന്തിയാണ് ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. സ്വതവേ ഞാനത് ഓർഗാനിക് മെഹന്തി ആയതുകൊണ്ട് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോവുകയാണ്. ഇതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇടും. നമ്മൾ മെഹന്തി ഇടാൻ പോകുമ്പോൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം അതിൽ എന്താ പറയുക, ചെറിയൊരു എണ്ണമൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ക്രീമിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ കളറ് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നന്നായി കൈ വാഷ് ചെയ്ത് എന്നിട്ട് മൈലാഞ്ചി ഇടുന്നതായിരിക്കും നല്ലത്. ഓർഗാനിക് ഹെന്നയാണ് ഇതിന് യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ അധികം റിസ്ക് ഇല്ല. പിന്നെ നല്ല കളറും സ്വതവേ വരാറുണ്ട്. മറ്റേ കമ്പാരിറ്റീവ്ലി മറ്റേനേക്കാളും കളർ വരുമല്ലോ. അതെ അതെ. സോ അതിനെപ്പോഴും ഓർഗാനിക് യൂസ് ചെയ്യാറുള്ളൂ ഞാൻ അറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് അതെ, ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. മറ്റേ എന്തൊക്കെ കെമിക്കൽസോ എന്തൊക്കെ ചേർക്കാന്ന് അറിയില്ല കളറിന് വേണ്ടിയിട്ട്. ഇതിവിടെ കിട്ടുമോ ദുബായിൽ? ദുബായിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിക്കാറാണ് പതിവ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കലാണ് ഇവിടെ സ്വതവേ. ഫ്രീസറിൽ വെച്ച് ഇല്ല ഫ്രീസറിൽ വെച്ച് ഞാൻ ട്രൈ ആവാറ്. ഫ്രീസറിൽ വെക്കും? അതെ. എന്നിട്ട് തണുപ്പ് മാറ്റിയിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു ഹാഫ് ആൻ അവർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിട്ടും. സജന ഇത് ഒരു കാർണിവലിന് ഹെന്ന കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. ഇത് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഡിസൈനൊന്നല്ല, എന്താ പറയാ, നീറ്റ്നെസ് ആണ്. അതെ, ഒരു ക്ലാരിറ്റിയാണ് ഡിസൈനൊക്കെ. അതെ, നീറ്റ്നെസ്സും പിന്നെ ഒരു വെറൈറ്റി ഡിസൈനും ആയിരിക്കണം. പിന്നെ എല്ലാം ഡിസൈൻസും മാക്സിമം ഡിഫറെന്റ് ആയിരിക്കണം അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ വരാൻ ശ്രമിച്ചു. കോമ്പറ്റീഷൻ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം കൂടി വലിച്ച് ഇട്ടതാണ് ഞാൻ ഇതിലേക്ക്. മെഹന്തി ഇപ്പോൾ കയ്യിൽ മാത്രമല്ല, ആൾക്കാർ ടാറ്റു പോലെയും ഇടുന്നവരുണ്ട് അല്ലേ? കയ്യിലും ഇവിടെയൊക്കെ കയ്യിൻ്റെ മോൾ ഭാഗത്തും ബാക്കിലും ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. നല്ല സ്മെല്ല് കേട്ടോ അതിൻ്റെ. സാധാരണ മെഹന്തിയുടെ സ്മെല്ല് പറഞ്ഞാൽ മൂക്കിലടിച്ചു കയറുന്ന സ്മെല്ലല്ലേ. ഇത് സജന യൂസ് ചെയ്യുന്നത് ഓർഗാനിക് മെഹന്തി ആയതുകൊണ്ട് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നല്ല സ്മെല്ലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മെഹന്തീസിൻ്റെ ഒരു നമ്മൾ മൂക്കിലടിച്ച് കയറുന്ന ഒരു സ്മെല്ലല്ല ഉണ്ടാവുക. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല സൂത്തിങ് ആയിട്ടുള്ള, എന്താ പറയുക, നല്ലൊരു സ്മെല്ല്. ഇങ്ങനെ നമുക്കിങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. പെട്ടെന്ന് ചോക്കൂ. ഇപ്പോൾ ഒരു സാധനം ഇത് ഇട്ടിട്ടപ്പോൾ തന്നെ മാച്ച് കഴിഞ്ഞാൽ അവിടെ ചോന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെ നല്ല കളർ വരണേ കുറച്ച് നേരം വെക്കണം.
അല്ല നമ്മൾ തെറ്റിയിട്ട് മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ ചുവന്നുണ്ടാവും. അവിടെ കളർ വരും. എന്തായാലും ഭയങ്കര കളറല്ല, എന്നാലും ലൈറ്റ് യെല്ലോ വരും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവും. അപ്പം അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് അത് അടർന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഷുഗർ വാട്ടർ ഇതിൻ്റെ മേലിലൊന്ന് നാരങ്ങ വെള്ളത്തിൽ കുഴപ്പമില്ല, അതായാലും കുഴപ്പമില്ല. നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് അത് ഇതിൻ്റെ മേലിലൊന്ന് തൂകിയാൽ മാത്രം മതി. അപ്പോൾ ഇത് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവില്ല. ഓക്കെ. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം മെഹന്തി. ഏറ്റവും നല്ലത് 3 hours ആണ്. ആൾക്കാരെല്ലാം പറയും, അവരോടെല്ലാം ഞാൻ പറയാനേ, കാരണം എല്ലാവരുടെ കഴിയും എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറയാം 3 hours വെക്കാനാണ്. ഇത് 3 മണിക്കൂർ കയ്യിൽ വെച്ചിട്ട് ഇത് പിന്നെ വെള്ളം കൊണ്ട് അത് കഴുകി കളയാതെ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് അതൊന്ന് അടർത്തിയെടുക്കുക. എന്നിട്ടൊരു എന്താ പറയുക, പറ്റുമെങ്കിൽ ഒരു വെളിച്ചെണ്ണയായിട്ടും കയ്യിൽ തൂകിയിട്ട് ഒരു 1/2 hour അതങ്ങനെ വെച്ചിട്ട് പിന്നെ അങ്ങ് വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ സ്വതവേ ചെയ്യാറ്. അപ്പോൾ കുറച്ചും കൂടി കളറ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അങ്ങനെ നമ്മുടെ മെഹന്തി ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ മെഹന്തി എപ്പിസോഡ് ഇവിടെ തീരുന്നില്ല. ഇനി വേറൊരു എപ്പിസോഡിൽ ബിഗിനേഴ്സിന് എങ്ങനെ മെഹന്തി ഇടാം, എന്തൊക്കെ ഡിസൈൻസ്, ഈസി ആയിട്ടുള്ള ഡിസൈൻസ് മെഹന്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ സജന നമുക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ ഈ ഒരു മെഹന്തി ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സജന. അപ്പോൾ നമുക്ക് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.